അറബിക്കടലിൽ അമേരിക്കൻ യുദ്ധക്കപ്പലിനെ ഇറാൻ തകർത്തുവെന്ന വാർത്ത പുറത്തുവരുമ്പോൾ അത് കേവലം ഒരു മിസൈൽ ആക്രമണമോ ഡ്രോൺ ആക്രമണമോ ആയി മാത്രം കാണാൻ കഴിയില്ല. ഇന്ധനം നിറയ്ക്കുകയായിരുന്ന അമേരിക്കൻ യുദ്ധക്കപ്പലിനെയാണ് ഇറാൻ ലക്ഷ്യം വെച്ചത്. യുദ്ധതന്ത്രങ്ങളിൽ റീഫ്യൂവലിംഗ് എന്നത് ഏറ്റവും ദുർബലമായ നിമിഷമാണ്. ആ കൃത്യസമയത്ത് തന്നെ പ്രഹരമേൽപ്പിക്കാൻ കഴിഞ്ഞുവെന്നത് ഇറാന്റെ ഇന്റലിജൻസ് കരുത്തും ആത്മവിശ്വാസവുമാണ് ലോകത്തിന് കാട്ടിക്കൊടുക്കുന്നത്. ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശക്തിയെന്ന് അവകാശപ്പെടുന്ന അമേരിക്കയുടെ അഹങ്കാരത്തിന് മേലേറ്റ കനത്ത പ്രഹരമാണിത്. എന്നാൽ ഈ സൈനിക നീക്കത്തിന് പിന്നിലെ യഥാർത്ഥ മാസ്റ്റർ മൈൻഡ് ആരാണ് എന്നതാണ് ഇപ്പോൾ ഉയരുന്ന പ്രധാന ചോദ്യം. ഇവിടെയാണ് ഇറാന്റെ ആത്മീയ നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ മകൻ മോജ്തബ ഖമേനിയുടെ പേര് ചർച്ചയാവുന്നത്. വർഷങ്ങളോളം തിരശീലയ്ക്ക് പിന്നിൽ നിന്നിരുന്ന മോജ്തബ ഇപ്പോൾ ഇറാന്റെ അധികാര കേന്ദ്രങ്ങളിലേക്ക് പരസ്യമായി കടന്നുവരികയാണ്. വെറുമൊരു മകൻ എന്നതിലുപരി ഇറാന്റെ സൈനിക വിഭാഗമായ റവല്യൂഷണറി ഗാർഡ്സിന്റെ പ്രിയങ്കരനായ നേതാവായാണ് മോജ്തബ അറിയപ്പെടുന്നത്. സായുധ സേനയിലെ ഓരോ ചലനങ്ങളും നിയന്ത്രിക്കാൻ ശേഷിയുള്ള മോജ്തബയെ പുതിയ സുൽത്താൻ എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിശേഷിപ്പിക്കുന്നത്. അലി ഖമേനിയുടെ പിൻഗാമിയായി മോജ്തബ ഖമേനി വരുമോ എന്ന കാര്യത്തിൽ ദീർഘകാലമായി നിലനിന്നിരുന്ന അനിശ്ചിത തത്വങ്ങൾക്ക് ഇപ്പോൾ വിരാമമാവുകയാണ്. ഇറാന്റെ പാരമ്പര്യത്തെയും വിപ്ലവ വീര്യത്തെയും മുറുകെ പിടിക്കുന്ന മോജ്തബ അമേരിക്കയോട് യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യാത്ത നിലപാടുകാരനാണ്. ഇറാന്റെ സൈനിക ശക്തിയെ ആധുനികവൽക്കരിക്കുന്നതിലും അമേരിക്കൻ ഉപരോധങ്ങളെ പ്രതിരോധിക്കുന്നതിലും മോജ്തബ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കടലിൽ അമേരിക്കൻ കപ്പൽ തകർക്കപ്പെട്ട സംഭവത്തിന് പിന്നിൽ മോജ്തബയുടെ കൃത്യമായ നിർദ്ദേശങ്ങളും പ്ലാനിംഗും ഉണ്ടെന്നും വ്യക്തമാണ്. ഈ ആക്രമണം ലോകത്തിന് നൽകുന്ന സന്ദേശം വളരെ വ്യക്തമാണ്. ഇറാൻ ഇനി പ്രതിരോധത്തിലല്ല, മറിച്ച് ആക്രമണത്തിന്റെ പാതയിലാണ്. അമേരിക്കൻ നാവികസേനയുടെ നീക്കങ്ങളെ ഇഞ്ചിഞ്ചായി നിരീക്ഷിക്കാൻ തങ്ങൾക്ക് ശേഷിയുണ്ടെന്ന് ഇറാൻ തെളിയിച്ചിരിക്കുന്നു. റീഫ്യൂവലിംഗ് പോലെയുള്ള നിർണായക ഘട്ടത്തിൽ ഒരു കപ്പലിനെ ആക്രമിക്കുക വഴി തങ്ങളുടെ സമുദ്ര അതിർത്തികളിൽ അമേരിക്കയുടെ സാന്നിധ്യം ഇനി അനുവദിക്കില്ല എന്ന കർക്കശമായ മുന്നറിയിപ്പാണ് ഇറാൻ നൽകുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ ഈ സംഭവം വലിയ ചർച്ചകൾക്കാണ് വഴിമരുന്നിട്ടിരിക്കുന്നത്. ഉപരോധങ്ങൾ കൊണ്ട് ഇറാന്റെ നട്ടലൊടിക്കാമെന്ന് കരുതിയ പാശ്ചാത്യ രാജ്യങ്ങൾക്ക് ഇതൊരു കനത്ത തിരിച്ചടി തന്നെയാണ്. ഒളിപ്പോരിലൂടെയും അത്യാധുനിക ഡ്രോൺ സാങ്കേതിക വിദ്യയിലൂടെയും ഇറാൻ തങ്ങളുടെ ആയുധശേഖരം എത്രത്തോളം വർദ്ധിപ്പിച്ചിരിക്കുന്നു എന്നതിന്റെ തെളിവാണ് കടലിൽ കത്തിയമർന്ന ആ യുദ്ധക്കപ്പൽ. ഈ സൈനിക വിജയത്തിന് പിന്നിൽ മോജ്തബ ഖമേനി എന്ന രണ്ടാമന്റെ കരുത്താണെന്ന് സൈനിക കേന്ദ്രങ്ങൾ വിലയിരുത്തുന്നു. ഇറാന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിലും ഈ സംഭവങ്ങൾ വലിയ ചലനങ്ങളുണ്ടാക്കും. ഖമേനിക്ക് ശേഷം ആര് എന്ന ചോദ്യത്തിന് മോജ്തബയുടെ പേര് കൂടുതൽ ശക്തമായി ഉയർന്നുവരാൻ ഈ സൈനിക നീക്കം സഹായിക്കും. സൈന്യത്തിന്റെ പൂർണ്ണ പിന്തുണയുള്ള ഒരു നേതാവ് എന്ന നിലയിൽ മോജ്തബയുടെ സ്വാധീനം ഇറാന്റെ ഭാവി നയങ്ങളെ വലിയ രീതിയിൽ തന്നെ സ്വാധീനിക്കും. അമേരിക്കയുമായുള്ള ബന്ധം കൂടുതൽ വഷളാകുമെങ്കിലും സ്വന്തം രാജ്യത്തിന്റെ പരമാധികാരവും അഭിമാനവും സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോകുമെന്ന ഇറാന്റെ പ്രഖ്യാപനമാണിത്. ചുരുക്കത്തിൽ കടലിലെ ഈ ആക്രമണം വെറുമൊരു യുദ്ധവാർത്തയല്ല, അത് ഇറാന്റെ പുതിയ നേതൃത്വത്തിന്റെ ഉദയമാണ്. അമേരിക്കൻ മേധാവിത്വത്തെ വെല്ലുവിളിച്ചുകൊണ്ട് മോജ്തബ ഖമേനി എന്ന പുതിയ സുൽത്താൻ ഇറാന്റെ അമരത്തേക്കെത്തുമ്പോൾ ലോകം മറ്റൊരു വലിയ യുദ്ധത്തിന്റെയോ മാറ്റത്തിന്റെയോ മുനമ്പിലാണ് നിൽക്കുന്നത്. ഇന്ധനം നിറയ്ക്കുന്ന കപ്പലിനെ തകർത്തുകൊണ്ട് ഇറാൻ തുടങ്ങിയ ഈ കളി എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് വരും ദിവസങ്ങളിൽ നമുക്ക് കാണാം. ശത്രുവിനെ എവിടെ വെച്ച് തകർക്കണം എന്ന് കൃത്യമായി അറിയുന്ന ഒരു ഭരണകൂടം ഇറാനിൽ ശക്തി പ്രാപിക്കുന്നത് വൻ ശക്തികൾക്ക് നൽകുന്ന തലവേദന ചെറുതല്ല.